നമസ്കാരം. ഈ വാർത്താ ദിനം ആരംഭിക്കുമ്പോൾ ദുരന്തമയമായ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. രാജ്യം കണ്ട ദുരന്തങ്ങളുടെ പട്ടികയിലേക്ക് കണ്ണീര് കലർന്ന കരൂരിൻ്റെ പേര് കൂടി ഉൾപ്പെടുത്തേണ്ടി വന്നതിലേറെ ഖേദമുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. TVK അധ്യക്ഷൻ വിജയുടെ തമിഴ്നാട് പര്യടന റാലിയിൽപ്പെട്ട് തിക്കിലും തിരക്കിലുമായി 39 മരണമാണ് ഉണ്ടായത്. ഇപ്പോഴും നിരവധി പേർ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കൂടി തുടരുന്നു. ഗർഭിണികളടക്കം കുട്ടികളടക്കം ഈ മരണസംഖ്യയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് ഏറെ സങ്കടകരം. അതിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അടക്കം അനുശോചനം രേഖപ്പെടുത്തിയ ഒരു സംഭവം എന്നുള്ള നിലയ്ക്ക് നിയമ നടപടികളും ജുഡീഷ്യൽ നടപടികളും അടക്കം കൈക്കൊണ്ടിട്ടുണ്ട്. അതടക്കമുള്ള വാർത്തകളുണ്ട്. ആദ്യം നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. തമിഴ്നാട്ടിലെ കരൂരിൽ നടൻ വിജയുടെ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 39 മരണം. മരിച്ചവരിൽ 9 കുട്ടികളും 17 സ്ത്രീകളും 13 പുരുഷന്മാരും. 111 പേർ ചികിത്സയിൽ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ. കരൂർ ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് തേടി കേന്ദ്രം. പോലീസിന് വീഴ്ചയില്ലെന്ന് തമിഴ്നാട് DGP. റാലിയുടെ സംഘാടകർക്കെതിരെ കേസെടുത്ത പോലീസ്. വിജയുടെ ചെന്നൈയിലെ വീടിന്റെ സുരക്ഷ കൂട്ടി. ദുരന്തത്തിൽ ഹൃദയം തകർന്നെന്ന് വിജയ്. സഹിക്കാനാകാത്തതും പറഞ്ഞറിയിക്കാനാകാത്തതുമായ വേദനയെന്നും പ്രതികരണം. വിജയ് ചെന്നൈയിലെ വീട്ടിലെത്തി അനുശോചിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കരൂരിൽ. സഹായം വാഗ്ദാനം ചെയ്ത് കേരളം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട്. നാളെയോടെ മഴയുടെ ശക്തി കുറഞ്ഞേക്കും. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. മത്സരം രാത്രി 8 മണിക്ക് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ. തോൽവിയില്ലാതെ ഫൈനലിലെത്തിയതിന്റെ ആത്മവിശ്വാസത്തിൽ ഇന്ത്യ.